ഫാദർ ഇപ്പോൾ ഈ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഫാദർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഒരുപക്ഷെ കുറെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തിരുക്കർമ്മങ്ങൾ, ആ വാക്കാണല്ലോ അങ്ങ് ഉപയോഗിച്ചത്, തിരുക്കർമ്മങ്ങൾ അത് നീണ്ടുപോകും. ഒരു വിലാപയാത്രയൊക്കെ തന്നെ വരാനിരിക്കുന്നുണ്ട്, അതും കുറെ സമയം എടുക്കുന്നതാണ്. കുറെ ദൂരം ഒരു വിലാപയാത്ര തന്നെ കടന്നു വരാനുണ്ട്. ഫാദർ ഇപ്പോൾ ആ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ പുതിയ മാർപ്പാപ്പയെ കണ്ടെത്തുന്നതിനുള്ള അതിന്റെ കർദിനാൾമാരുടെ യോഗം നടക്കാൻ പോവുകയാണ്. ചില റിപ്പോർട്ടുകൾ കണ്ടു നാളെ ഒരുപക്ഷെ ആ തീയതി വന്നേക്കും എന്ന്. അപ്പോൾ അതിന്റെ ചടങ്ങുകളിലേക്ക് എപ്പോഴായിരിക്കും ആഗോള കത്തോലിക്ക സഭ കടക്കാൻ പോകുന്നത്? അത് നാളെ ആ തീയതിയൊക്കെ പ്രഖ്യാപിക്കപ്പെടുമായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ, ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ജിയോവാനി ബാപ്റ്റിസ്റ്റ റേ എന്നു പേരുള്ള കർദിനാൾ തിരുസംഘത്തിന്റെ തലവനും അതോടൊപ്പം തന്നെ കാമർ ലെങ്കോ എന്നറിയപ്പെടുന്ന വത്തിക്കാന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ തലവനായി മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ലോകത്തിന് മുൻപിൽ അത് അറിയിച്ച കർദിനാൾ ഫാരൽ, കെവിൻ ജോസഫ് ഫാരൽ, അതോടൊപ്പം തന്നെ കർദിനാൾ തിരുസംഘത്തിലെ മറ്റ് കർദിനാളന്മാരുമായി ആലോചിച്ച് ഏറ്റവും അടുത്ത് തന്നെയും സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്: ഇന്ന് വൈകുന്നേരത്തോടുകൂടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ കർദിനാൾ തിരുസംഘത്തിലുള്ള എല്ലാ കർദിനാളന്മാരും മാർപ്പാപ്പയെ അടക്കുന്ന സെയിന്റ് മേരി മജോറെ എന്ന് പറഞ്ഞ ബസിലിക്കയിലേക്ക് രാവിലെ തന്നെ എത്തിച്ചേരും. എന്ന് പറഞ്ഞാൽ ഇതാണ്, സെയിന്റ് മേരി മജോറ എന്ന് പറഞ്ഞാൽ സെയിന്റ് മേരി മേജർ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഒരു വലിയ പള്ളി എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുക, അവിടെ എത്തിച്ചേരുന്ന കർദിനാളന്മാര് നാളെ രാവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന മേരി മജോറെ ബസിലിക്ക ദേവാലയത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ ശുശ്രൂഷകൾക്കു ശേഷം തീർച്ചയായും കർദിനാൾ തിരുസംഘം ഒരുമിച്ച് കൂടുകയും തുടർന്നുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് ആലോചനകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് വത്തിക്കാനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചില സ്ഥിരീകരണങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇതാണ്: ദ കൊളേജിയം ഓഫ് കാർഡിനൽസ്, കർദിനാളന്മാരുടെ തിരുസംഘത്തിന്റെ കൊളേജിയം നടത്തപ്പെടുന്നത് ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെയും അതിനുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുക. ഇപ്പോൾ മാർപ്പാപ്പയുടെ മരണത്തിനു ശേഷം സേദേ വേക്കാന്തേ എന്ന് പറഞ്ഞത് സീ ഈസ് വേക്കൻഡ് എന്ന് അറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കത്തോലിക്ക സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഭരണപരമായ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് നേതൃത്വം നൽകുന്നത് കർദിനാളന്മാരുടെ തിരുസംഘത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 കർദിനാളന്മാർ ഡീനോടും കാമർലങ്കയോടും ചേർന്നുകൊണ്ടായിരിക്കും ഇപ്രകാരമുള്ള ഭരണനിർവഹണങ്ങൾ താൽക്കാലികമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയെന്നുള്ളതല്ല, മറിച്ച് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ തുടരുന്നതിനു വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനു വേണ്ടിയിട്ടുള്ള കർദിനാളന്മാരുടെ യോഗം വിളിച്ചുകൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നാളെ തന്നെയും ഉണ്ടാകുമെന്ന് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാനായി സാധിക്കും. അത് വത്തിക്കാൻ മീഡിയയും വത്തിക്കാൻ ഒഫീഷ്യലായി തന്നെയും നമ്മളെ അറിയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.